മമ്മിയുടെ തപ്പല മോളല്ലേ? അല്ല, ഡാഡിയുടെ. മമ്മിയുടെ മമ്മിയുടെ. ബാല, എന്താ അവിടെ നിന്ന് കളഞ്ഞത്? ഇനി വരൂ മോളെ, ഡാഡി എടുത്തിട്ട് കളിച്ചോളൂ. ബാലയുടെ പേരിൽ നടപടി സ്വീകരിച്ചതിൽ ഡോക്ടർമാർക്കും സ്റ്റാഫിനും കടുത്ത പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് എന്ത് പ്രയോജനം? ഇവിടെ ജനാധിപത്യം വാഴ്ച നടത്തുകയല്ലേ. പോസ്റ്റ്മോർട്ടം നടത്താതെ ഡെഡ് ബോഡി കൊടുത്തതാണ് അബദ്ധമായത്. പറ്റിപ്പോയില്ലേ? ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ബാലയ്ക്ക് അനുകൂലമായിരിക്കും. എനിക്ക് അതും വിശ്വാസമില്ല. എന്നെ സ്വൈര്യമായി ജീവിക്കാൻ അനുവദിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ പറയുന്നത്? വീട്ടിലൊരു സ്വൈര്യവുമില്ല. സുഭയുടെ വീട്ടുകാരായാലും സഹതാപം പറയാനും ഭീഷണിപ്പെടുത്താനും വരുന്ന നാട്ടുകാരായാലും കൂടെ കൂടെ എന്നെ ശല്യപ്പെടുത്തുകയാണ്. കുറെ ദിവസത്തേക്ക് ഞാൻ ഇവിടെ താമസിക്കാൻ സുമിത്രേ. അത് വേണ്ട ബാലേ. ഓ, ഡിപ്പാർട്ട്മെന്റ് നടപടി എടുത്തിരിക്കുന്ന ഒരുവളെ കൂടെ താമസിപ്പിക്കുന്നതിൽ വിഷമമുണ്ടല്ലേ? ഞാനത് ഓർത്തില്ല. നീ തെറ്റിദ്ധരിക്കരുത്. എന്റെ ജോലി പോയാലും നിന്നെ കൂടെ താമസിപ്പിക്കുന്നതിൽ എനിക്ക് വിഷമമില്ല. പക്ഷേ ഞാൻ എന്റെ ഭർത്താവിനെ പറ്റി ചിലത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനിവിടെ അടുക്കളക്കാരികളെ പോലും നിർത്താറില്ല. എന്നെ വിശ്വാസമില്ലേ? ബാല എനിക്ക് വിശ്വാസമാണ്. എന്റെ ഭർത്താവിന് ഒട്ടും വിശ്വാസമില്ല. നിന്നോട് മര്യാദ കെട്ട ഒരു പെരുമാറ്റം ഉണ്ടായാൽ പോലും എനിക്കത് സഹിക്കില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്റെ കാലഘടനെ പറ്റി മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. എന്റെ സഹോദരൻ എന്നെ ജീവന് തുല്യ സ്നേഹമാണ്. അവൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത് ഒരു കുരിശാണ്. എനിക്ക് ബാലേ, ഇന്ന് തന്നെ നാട്ടിൽ വരെ പോണം. നമ്പ്യാർ സാറിനെ കണ്ട് വിവരങ്ങൾ പറയണം. ഏതായാലും ബാല ഇപ്പൊ ഇങ്ങോട്ട് താമസം മാറ്റണ്ട. എനിക്കവിടെ ഒരു സ്വൈരവുമില്ല സാർ. ധൈര്യം വിടരുത്. അന്വേഷണവും കേസും ഒക്കെ വരട്ടെ. നമുക്കൊരു നല്ല വക്കീലിനെ ഏർപ്പാട് ചെയ്യാം. ഞാൻ കൂടി കുറച്ചു ദിവസം അവിടെ വന്ന് താമസിക്കാം. അതാണ് ചാ നല്ലത്. ഇവിടെ പ്രിയ തനിച്ച് ആ സാരമില്ല ചേച്ചി. അടുത്ത വീട്ടിൽ ഒരു പ്രായമായ അമ്മയുണ്ട്. അവരിടോന്ന് കിടക്കും. തിലകനെ വിവരമറിയിക്കണം. അത് വേണോ? വേണം. തിലകന് മാത്രം ഒരു തെറ്റിദ്ധാരണയും വരരുത്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടല്ലോ. മറ്റെന്തു വന്നാലും നമുക്ക് നേരിടാം. സാറ് പറയും പോലെ. നാളെ തന്നെ ബാല പോയിക്കോളൂ. ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് എത്രയും വേഗം ഞാൻ അവിടെ എത്തും. ചേച്ചി, എന്റെ ചേച്ചി കരയരുത്. ആ, കേറി വാ. കതവ് തുറന്നു കിടക്കുന്ന കണ്ടില്ലേ? കേറി വാ. ഒരിടത്തൊന്നും സ്വസ്ഥമായിട്ടിരിക്കാൻ പോലും നാട്ടുകാർ സമ്മതിക്കില്ല. ആ, എന്താ? ഡോക്ടറെ ഒന്ന് കാണണം. ഡോക്ടർ ഇവിടെ ഇല്ല. വന്നിട്ട് കണ്ടോളാം. എന്തിനാ ഇപ്പൊ കാണുന്നത്? അമ്മാവന് നല്ല സുഖമില്ല. വെല്ലൂര് കൊണ്ടുപോകണം. ആ, ഉടനെ കൊണ്ടുപോകണം. 3000 രൂപയെങ്കിലും ഇല്ലാതെ വെല്ലൂര് പോയി ചികിത്സ കഴിഞ്ഞ് തിരിച്ചുവരാൻ ഒക്കെയില്ല. എങ്ങനെയെങ്കിലും രൂപ ഉണ്ടാക്കി കൊണ്ടുപോ. ഞാൻ കൊടുത്തിട്ടുണ്ടാക്കാനാ. പിന്നെ ആരുണ്ടാക്കണം? അമ്മാവന്റെ മോളെ കൊന്നവരുണ്ടാക്കി തരണം. അപ്പൊ താൻ പേടിപ്പിച്ച് കാശ് പിടുക്കാൻ നടക്കുന്നവനാണോ? അമ്മാവന്റെ ആവശ്യത്തിനുള്ള രൂപ ഇടണം. തന്നില്ലെങ്കിലോ? പൊതുജനങ്ങളെ വിടും. പൊതുജനങ്ങളോട് സമാധാനം പറഞ്ഞോളാം. ഇപ്പൊ താൻ പോ. ഡോക്ടറെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഡോക്ടർ നാട്ടിൽ പോയിരിക്കുക. വരട്ടെ. സപ്പോസ് 2 ദിവസം താമസിച്ചാലോ? താമസിക്കട്ടെ. വന്ന് കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. സത്യാഗ്രഹമാണോ? ചിലപ്പോഴെങ്ങനെയൊക്കെ. ചേടാ, ഇതൊരു ഗ്രഹപ്പഴയായല്ലോ. പോകാനാ പറഞ്ഞത്? ഞാൻ പോകത്തില്ല. പോകത്തില്ലെന്നോ? എന്താ നോക്കി പേടിപ്പിക്കുകയാണോ? എന്നോട് നോക്ക്. ഞാനിച്ചിരി പ്രായമായി പോയെന്ന് വെച്ച് എന്റെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നും വന്നിട്ടില്ല. അറിയാമോ?
ഡോക്ടർ ബാലാദേവി ഒന്ന് കാണും. നാട്ടിൽ പോയിരിക്കുക. ആ രാമു അല്ലേ അത്? അതെ. അവൻ എന്തിനാ ഇവിടെ വന്നെ? കുഞ്ഞിനെ ഭയപ്പെടുത്തി രൂപ വാങ്ങിക്കാൻ. ഇപ്പൊ പല ആവശ്യമായി പിന്നെയും വന്നിരിക്കുക. കുഞ്ഞിവിടെ പോ എന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലെന്നേ. വളരെ ശല്യമായിരിക്കുക. ആ താൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ഡോക്ടർ എന്ന കാരണം. അവരിവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? വന്ന് കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഓഹോ, അത്ര അത്യാവശ്യമാണോ? ആ, അപ്പൊ ഡോക്ടർ വരാതെ സാറ് പോകത്തില്ല. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇറങ്ങിപ്പോൻ പറയാൻ താനാരാ? ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാവും. രാമുവിനെ ഇറക്കടാ. നീ പറഞ്ഞിട്ടുണ്ടാ ഈ വളർച്ച പോലെടാ. ഇനി പൊയ്ക്കോ. ആരാന്ന് മനസ്സിലായില്ലോ. എന്റെ പേര് ജയമോഹൻ, അഡ്വക്കേറ്റ് ആണ്. ഡോക്ടർ ബാലാദേവി എപ്പോ വരുമെന്ന് അറിയാമോ? ഇന്ന് 2 മണിക്കൂർ ട്രെയിനിൽ വരും. ബാലെ, വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയാനുണ്ട്. എന്റെ കൂടെ കാറിലേക്ക് വരാം. ഇല്ല. ആളൊഴിഞ്ഞ ആ ഭാഗത്തേക്ക് മാറിയെന്ന് ഒരു 5 മിനിറ്റ് സംസാരിക്കാമോ? സംസാരിക്കാം. വരും. ഇരിക്കൂ. പറയൂ. ബാലാദേവിയുടെ പേരിൽ പോലീസ് ഒരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഓഹോ, അതറിഞ്ഞുകൊണ്ട് വന്നിരിക്കാനോ? എന്നെ നോക്കി ചിരിക്കാൻ? ഞാൻ ബാലയെ നോക്കി ചിരിച്ചിട്ടുണ്ട്. പക്ഷേ മറുപടിയായി ഒരിക്കലും ബാല ചിരിച്ചിട്ടില്ല. പേര് പറയുമ്പോഴെല്ലാം ഡോക്ടറെന്ന് ചേർക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനിയും കാര്യം പറഞ്ഞില്ല. ബാല ഇന്ന് വീട്ടിലേക്ക് പോകണ്ട. പിന്നെ എന്റെ വീട്ടിൽ താമസിക്കാം. മിസ്റ്റർ ജയമോഹൻ, എങ്കിൽ ഹോട്ടലിൽ ഒരു മുറി എടുക്കാം. എന്നെ അതിന് കിട്ടില്ല. നിങ്ങൾ കാല് തെറ്റി. ഡോക്ടർ, ഞാൻ അത്ര നല്ല സ്വഭാവക്കാരനൊന്നുമല്ല. ലേശം വഷളനുമാണ്. പക്ഷേ നിങ്ങളോട് ഇപ്പൊ പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്കാണ്. എനിക്കൊരു വിഷമസ്ഥിതി വന്നപ്പോൾ അതിനെ മുതലെടുക്കാൻ പല വിധത്തിൽ പലരും ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ താല്പര്യം പണമല്ലെന്ന് മാത്രം. അതെന്തോ ആട്ടെ. നിങ്ങളുടെ കേസ് ഞാൻ ബാധിക്കാം. ഒരു വക്കാലത്ത് ഫോം ഒപ്പിട്ട് തരൂ. വണ്ടിയിൽ ഫോം ഇരിപ്പുണ്ട്. എനിക്ക് ആലോചിക്കാനുണ്ട്. എന്റെ ഒരു ബന്ധു 2 ദിവസത്തിനകം വരും. ആ രാമ ഇന്നും വന്നു. എന്തിന്? രൂപ കൊടുക്കാൻ തന്നെ. 3000 രൂപ കൊടുക്കാതെ പോയില്ലെന്ന് പറഞ്ഞ് കയറി ഇരുന്നാണ്. ഏതായാലും ഇനിയൊന്നും തരില്ല. അതെന്താ? ജയമോഹൻ എന്ന് പേരുള്ള അഡ്വക്കേറ്റ് ഇവിടെ വന്നു. നല്ല ഒരു ചെറുപ്പക്കാരനാ. പുള്ളി ശരിക്കും അവൻ അടി കൊടുത്തു വിട്ടു.
ബാലാദേവി അല്ലേ? അതെ. നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് വന്നത്. വരികയല്ലേ? ബാലദേവി കയറാൻ പറ്റേ? ഹലോ വക്കീൽ സാർ. അല്ല, സംഭവം മനസ്സിലായി. സെക്ഷൻ 304A അല്ലേ ഒഫൻസ്? 302 ഇടാൻ ചില സമ്മർദ്ദം ചെലുത്തി. പക്ഷെ ഞങ്ങൾ 304A ഇട്ടിട്ടുള്ളൂ. അപ്പോ ബെയിലബിൾ ആണല്ലോ? അതെ. എന്റെ ജാമ്യം പോരെ? ധാരാളം. അപ്പോ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരാം. ശരി, വരട്ടെ. ഞാൻ വണ്ടി മാറ്റി തരാം. ഓക്കെ. ഡോക്ടർ, എനിക്ക് വക്കാലത്ത് തരാൻ ഇഷ്ടമാണെങ്കിൽ നാളെ വീട് വരെ ഒന്ന് വരണം. വീടിനോട് ചേർന്ന് തന്നെയാണോ? ജയമോഹനെ കാണാനാണ് വന്നത്. എന്തിനാ ഇവിടെ വന്നത്? അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഡോക്ടർ ബാലാദേവിയാണ്. അറിയാം, എന്നെ നോക്കി ഡോക്ടറല്ലേ. ഇവിടെ വന്നതിൽ അത്ഭുതം തോന്നുന്നു. ഇത്തരത്തിലൊരു സ്ത്രീയായിട്ട് അന്ന് കണ്ടപ്പോ തോന്നിയിരുന്നില്ല. അമ്മേ, എനിക്കൊരു കേസുണ്ട്. ഞാൻ അതിന് വന്നതാ. ഡോക്ടർ എപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. അമ്മേ, എനിക്കൊരു കപ്പ് കാപ്പി വേണം. ഡോക്ടർ ബാലയ്ക്കും വേണം. ഞാൻ കാപ്പി കുടിച്ചതാണ്. സാരമില്ല, ഒരു കപ്പ് കൂടാവാം. വരും. സുമിത്ര പറഞ്ഞറിഞ്ഞു കേസിന്റെ വിവരങ്ങളല്ല. ബാലയുടെ കേസ് വാദിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാപ്പി കഴിക്കും. ഞാൻ കേസ് പിടിക്കാൻ ഓടി നടക്കുന്ന ഒരു പറട്ട വക്കീലൊന്നുമല്ല. എനിക്ക് ഏജന്റുമാരുമില്ല. സാമാന്യം ഭേദപ്പെട്ട ഒരു അഡ്വക്കേറ്റ് ആണെന്നാണ് എന്റെ വിശ്വാസം. അറിയാം. എങ്ങനെ അറിയാം? ഒരു കേസിന്റെ കാര്യം അറിയാം. ബേബി എന്നൊരു സ്ത്രീ തന്റെ കുട്ടിക്ക് ചിലവിന് കിട്ടാൻ വേണ്ടി കേസ് കൊടുത്തു. സാറ് ആ കൊച്ചു മുതലാളിയുടെ വക്കാലത്ത് പിടിച്ചിട്ട് ആ പാവപ്പെട്ട സ്ത്രീക്കെതിരായി വിധി എഴുതിച്ചു. ക്ഷമിക്കണം, ആ സാമർഥ്യത്തോട് എനിക്ക് ബഹുമാനം തോന്നിയില്ല. ഞാനൊരു സത്യാന്വേഷകനല്ല ഡോക്ടർ ബാലാദേവി. പാവപ്പെട്ടവരെ ഉദ്ധരിക്കാമെന്ന് കരാറേറ്റിട്ടുള്ള രാഷ്ട്രീയക്കാരനുമല്ല. ഞാനൊരു അഡ്വക്കേറ്റാണ്. എനിക്ക് വക്കാലത്ത് തരുന്ന കക്ഷികളോടാണ് എന്റെ സത്യസന്ധത. അവർ തരുന്ന കേസ് ആത്മാർത്ഥമായി വാദിക്കുക എന്നതാണ് എന്റെ നീതിബോധം.
ഡോക്ടർ ബാലാദേവി നിരപരാധിയായതുകൊണ്ടല്ല കേസ് ബാധിക്കണമെന്ന് തോന്നുന്നു. പിന്നെ അത് കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്. തൽക്കാലം എന്നെ ക്ലോസ് ചെയ്യണ്ട. നിങ്ങൾ ദുഃഖിക്കുന്നതിൽ എനിക്ക് വിഷമമുള്ളതുകൊണ്ട് നിങ്ങളുടെ കേസ് ബാധിക്കണമെന്ന് തോന്നുന്നു. കേസിൽ നിന്ന് രക്ഷ കിട്ടിയാലും എന്റെ ദുഃഖം തീരുവില്ല. ശുഭ എന്റെ സഹോദരൻ വിവാഹം കഴിക്കാനുള്ള കുട്ടിയാണ്. ഈ ദുഃഖത്തിന് ഇപ്പോഴേ പരിഹാരം ഉണ്ടാക്കിയേക്കാം. ഉദ്ദേശിച്ചാലും കൂടുതൽ വഷളനാണ് ഞാനെന്ന് ബാലയ്ക്ക് തോന്നാം. എന്നാലും വിരോധമില്ല. തിലകന്റെ കാമുകി എന്റെയും കാമുകിയായിരുന്നു. മിസ്റ്റർ ജയമോഹൻ, ശുഭ എന്റെ സഹോദരന്റെ കാമുകയായതുകൊണ്ടാണോ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? ആക്ഷേപിക്കുകയല്ല. ഡോക്ടർ ബാലാദേവിയുടെ സഹോദരൻ ഒരു ശുദ്ധഗതിക്കാരനായതുകൊണ്ട് പറ്റിപ്പോയ പ്രേമമാണ്. അല്പം കൂടെ തെളിച്ചു പറയും. അവൾ എന്റെ കൂടെ ഒരേ കിടക്കയിൽ ഒരുമിച്ച് കിടന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. ഇനിയും വിശദീകരണം വേണം. അവളുടെ മരണം നിർഭാഗ്യമല്ല, ഭാഗ്യമാണ്. വിശ്വാസം വരുന്നില്ല അല്ലേ? അന്ന് പാർക്കിനടുത്ത് വെച്ച് ഞാൻ ബാലയ്ക്ക് ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്ത് ഓർമ്മയുണ്ടോ? അന്ന് അവൾ അവിടെ വന്നിരുന്നു. യാദൃച്ഛികമായി കുറച്ചകലെ നിൽക്കുന്ന എന്നെ കണ്ട് ഉടൻ തിരിച്ചു. അല്ലെങ്കിൽ ബാലാദേവിക്ക് അന്ന് തന്നെ മനസ്സിലാകുമായിരുന്നു. അവളുടെ അച്ഛന് നെഞ്ചുവേദനയായിരുന്നതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. സംശയിക്കണ്ട. കോടതിക്ക് പുറത്ത് ഞാൻ കള്ളം പറയാറില്ല. ഇരിക്കും. ഈ വക്കാലത്ത് ഒപ്പിട്ട് തരും. ഇനി പോവാം. ഫീസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അതിന് സമയമുണ്ടല്ലോ. ഇപ്പൊ വേണ്ട. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇവിടം വരെ വരേണ്ടി വരും. ദുരുദ്ദേശമൊന്നുമില്ല. എനിക്ക് കേസ് പഠിക്കും. കാർഡിയാക് അറസ്റ്റ്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ഈ വക കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പഠിപ്പിച്ചാൽ. കേസിന്റെ കാര്യത്തിന്. ഓ, അത് കൊള്ളാം. സാറ് വിവരങ്ങളെല്ലാം പണിക്കര് പറഞ്ഞു. ജയമോഹന് വക്കാലത്ത് കൊടുത്തത് നന്നായി. പേരെടുത്ത വക്കീലല്ലേ? ചോളയും തന്റെ ഉള്ളൊരു കൊച്ചങ്ങളാ വക്കീൽ സാറ്. ആ ചോളയെ നേരിട്ട് കണ്ടതാ. പാലക്കുഞ്ഞെന്ന് പറഞ്ഞാൽ ജീവനാണ്.